നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിലെ തൈനടൽ ആഘോഷമാക്കി പക്ഷിമൃഗാദികൾ. കാട്ടിൽ 1000 തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി. കാട്ടിലെ താരമായി കുട്ടൂസൻ മന്ത്രവാദി. താൻ ആരുടെയും വീടുകളിൽ അതിക്രമിച്ച് കയറിയിട്ടില്ലെന്ന് കൊറോണ. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയതോടെ നാളെ മുതൽ തേനീച്ചക്കാട്ടിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ വാർഷിക ചടങ്ങാണ് പരിസ്ഥിതി ദിനം. നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ പരിസ്ഥിതി ദിനവും. പരിസ്ഥിതി ദിനത്തിലെ തൈനടൽ ആഘോഷമാക്കി മാറ്റി പക്ഷികളും മൃഗങ്ങളും. കാട്ടിൽ മരങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചൂട് വർദ്ധിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. എല്ലാവരും ചേർന്ന് 500ഓളം തൈകൾ നട്ടു. ഇതിന്റെ തുടർച്ചയായി 1000 തൈകൾ കൂടി നട്ടുപിടിപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഭാഗമായി വിത്തുകളും തൈകളും ശേഖരിക്കുകയാണ് നാട്ടുകാർ. കാട്ടിലെ താരമായി ബാലരമയിലെ കുട്ടൂസൻ മന്ത്രവാദി. തികഞ്ഞ പരിസ്ഥിതിവാദിയും മോട്ടിവേറ്ററുമായ കുട്ടൂസനാണ് കാട്ടിലെ പരിസ്ഥിതി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. പലവട്ടം കുപ്പി പൊട്ടിയെങ്കിലും മായാവിയെ പിടിക്കാൻ താൻ ഇതുവരെ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചിട്ടില്ല. തന്റെ വാഹനത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാറില്ല. മന്ത്രം കൊണ്ട് മണിമാളിക പണിയാമായിരുന്നിട്ടും ഇക്കാലം വരെ വീട് പുതുക്കി പണിതിട്ടില്ല. പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇത്രയും കാലം ജീവിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി ദിനത്തിൽ വൈറലായി മിസ്റ്റർ കൊറോണയുടെ വാക്കുകൾ. താൻ ഇതുവരെ ആരുടെയും മാളങ്ങളിലും കൂടുകളിലും ഗുഹകളിലും അതിക്രമിച്ച് കയറിയിട്ടില്ല. മാസ്ക് ധരിക്കാതെയും കൈകൾ കഴുകാതെയും സാമൂഹിക അകലം പാലിക്കാതെയും നടന്ന് തന്നെ തേടി പിടിച്ചവരാണ് പലരും. ഇനിയെങ്കിലും നാട്ടിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മിസ്റ്റർ കൊറോണ വ്യക്തമാക്കി. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയതോടെ തേനീച്ചക്കാട്ടിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും വാക്സിനേഷന് തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ഈ ഭൂമിയെ വാസയോഗ്യമാക്കുന്നത് പ്രകൃതിയാണ്. നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണ്. ഭക്ഷണം, ശുദ്ധവായു, ശുദ്ധജലം എന്നിവയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. 2021 പരിസ്ഥിതി ദിന മുദ്രാവാക്യം എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ. സമുദ്രം, വനം, മരുഭൂമികൾ, പുൽമേടുകൾ, തണ്ണീർത്തടങ്ങൾ, മഞ്ഞുപ്രദേശങ്ങൾ എന്നിവയെല്ലാം ആവാസ വ്യവസ്ഥയിൽപ്പെടും. ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നാം ഇന്ന് നേരിടുന്നുണ്ട്. വായുമലിനീകരണം, ജലമലിനീകരണം, ജലദൗർലഭ്യം തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. ആവാസ വ്യവസ്ഥയെ എങ്ങനെ സംരക്ഷിക്കാം? ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയാതിരിക്കുക. കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതാണ്. പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കുക. വനനശീകരണം തടയുകയും പകരം ധാരാളം മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യുക. പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുകയും പ്രകൃതി സൗഹൃദ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.